प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों ठीक है ना എല്ലാ മക്കളും നല്ല അടിപൊളിയല്ലേ യെസ് നാളെയാണ് എന്ത് നിങ്ങളുടെ പരീക്ഷ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ല്ലേ നിങ്ങൾ ഇന്നലെ ആ ലാംഗ്വേജിന്റെ എക്സാം ഒക്കെ ഇത് നല്ല സെറ്റ് ആക്കി ല്ലേ ഇനി നമുക്ക് വരാൻ പോകുന്നത് നാളെ നമ്മുടെ ഹിന്ദിയുടെ എക്സാം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നാളത്തെ പരീക്ഷയിൽ നമുക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്തത് എല്ലാ മക്കളും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ എന്താണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇതേപോലെയുള്ള ഒരു ചോദ്യം നമുക്ക് നാളത്തെ പരീക്ഷയിൽ കാണാം അപ്പോൾ ഇതേപോലെ ഒരു ചോദ്യം തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെറ്റായി റെഡിയായി നിൽക്കണം അതിനു വേണ്ടിയുള്ള വീഡിയോ ആണ് ശ്രദ്ധിച്ചോ മക്കളെ ആദ്യം നിങ്ങൾക്ക് സൂചന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടാവും കവിതാംശ് പഠേ और അനുബന്ധ പ്രശ്നോം കെ ഉത്തർ ലിഖേ നിങ്ങൾ കവിത വായിച്ചിട്ട് ആ കവിതയ്ക്ക് അനുയോജ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അപ്പൊ എങ്ങനെ കണ്ടെത്തുക ചോദ്യങ്ങളിലെ അപ്പൊ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തിക്കൂടെ അപ്പൊ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആ കവിത ഇങ്ങനെ ജസ്റ്റ് വായിച്ചു നോക്കണ്ടേ അപ്പൊ ബാദൽ രാജ അപ്പൊ നമ്മളൊരു ബാദൽ ദാനി എന്നുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ല്ലേ അത് നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് നമ്മൾ പഠിച്ചതാണ് ല്ലേ അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ബാദൽ രാജ മേഘരാജാവേ എന്താ പറഞ്ഞിട്ടുള്ളത് ജൽദി സേ പാനി ബർസാജ എന്താണ് വേഗത്തിൽ എന്ത് ചെയ്യണം മഴ പെയ്യിക്കണം ല്ലേ പറയാണ് നന്നേ മുന്നേ തെറസ് രഹേ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് മഴയൊന്നും കിട്ടാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ട് ദുനിയാക്കി തു പ്യാസ് ബുജാജ അല്ലെ ലോകത്തിന്റെ ദാഹം എന്ത് ചെയ്യണം അകറ്റണം അല്ലെ മഴ പെയ്തിട്ട് മഴയൊക്കെ കുറേ കാലം പെയ്യാതിരുന്നിട്ട് പിന്നെ ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ എന്തുണ്ടാവും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നോ എന്നിട്ട് ഫൂൽ ഓർ പത്തേ ബുലാരെ ഹേ പൂക്കളും ഇലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബുലാരെ ഹേ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് അല്ലെ ആരെ വിളിക്കുന്നുണ്ട് നിങ്ങളെ വിളിക്കാണോ അല്ല മഴയെ വിളിക്കുന്നുണ്ട് എന്നിട്ടോ ധർത്തിക്ക് തു പ്യാസ് ബുജാജ അല്ലെ ഭൂമിയുടെ ദാഹം എന്ത് ചെയ്യണം അകറ്റണം ധർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് അല്ലെ ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി ല്ലേ ഭൂമിയാണ് അതേപോലെ ബുല എന്ന് പറഞ്ഞാൽ വിളിക്കും ല്ലേ വിളിക്കുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം അതേപോലെ ബാദൽ രാജ മേഘരാജാവേ ജൽദി സേ പാനി ബർസാജ വേഗത്തിൽ എന്ത് ചെയ്യണം മഴയെ പെയ്യിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കവിത നമുക്ക് തന്നിട്ടുള്ള ഒരു കവിത ഈ കവിതാംശ് പഠേ ല്ലേ ഈ കവിത വായിച്ചിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്തു നമുക്കറിയുന്ന അർത്ഥങ്ങളും നമുക്കറിയുന്ന വാക്കുകളൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്ത് ആദ്യം 2 തവണ വായിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചു ഇനി എന്താണ് ചോദ്യം എന്നുള്ളത് അറിയണ്ടേ ഇപ്പൊ ചോദ്യം ഒന്നും ആയില്ല അപ്പൊ നമുക്ക് തന്നെ ആ കവിതാംശം നമ്മൾ വായിച്ചതാണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് തരുന്ന കവിത അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം കേട്ടോ ശ്രദ്ധിച്ചോ എന്താണ് ഫൂൽ ഓർ പത്തേ കിസ്കോ ബുലാ രഹേ ഹേ ആരെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൂക്കളും അതേപോലെ ഇലകളൊക്കെ ആരെയാണ് വിളിക്കുന്നത് ആരെയാണ് വിളിച്ചിട്ടുള്ളത് യെസ് ആരെയാണ് വിളിച്ചിട്ടുള്ളത് ബാദൽ രാജാക്കോ ബുലാ രഹാ ഹേ ആരെയാണ് മേഘരാജാവിനെയാണ് വിളിച്ചിട്ടുള്ളത് ആണോ അത് നമ്മളുടെ കവിതയിൽ പറയുന്നില്ലേ ബാദൽ രാജ ജൽദി സേ പാനി ബർസാജ അപ്പൊ നമുക്ക് ഏതാണ് ഉത്തരം എന്ന് കിട്ടിയോ ബാദൽ രാജാക്കോ ബുലാ രഹാ ഹേ പൂക്കളും അതേപോലെ ഇലകളൊക്കെ ആരെയാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ ല്ലേ കിസ്കോ ആരെയാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ബാദൽ രാജാക്കോ ബുലാ രഹാ ഹേ സെറ്റായോ അപ്പൊ അതിനുള്ള ഉത്തരം കണ്ടെത്തി നമ്മൾ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് നേടിയോ സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും അടുത്തതായിട്ട് ചോദിക്കുന്നത് എന്താ കവിതാംശ ആശയലിഖേ കവിതയുടെ ആശയം നമ്മൾ എന്ത് ചെയ്യണം എഴുതണം അപ്പൊ ഒരു കവിതയുടെ ആശയം നമ്മൾ എഴുതുമ്പോൾ അത് എന്തിനെ കുറിച്ചാണ് എന്ന് നമ്മൾ എഴുതണം അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ എഴുതാ യഹ് കവിത ബാരിഷ് കാ പ്രധാനത പർ പ്രകാശ് ഡാൽത്തേ ഹേ ഈ കവിത എന്തുമായി ബന്ധപ്പെട്ട ഈ കവിത മഴയുടെ പ്രാധാന്യത്തിലേക്ക് പ്രകാശം പരത്തും അല്ലെ മഴയുടെ പ്രാധാന്യം പറയുന്നതാണ്
അല്ലെ? ആ മഴയ്ക്ക് അത്രമേൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പൂക്കളും അതേപോലെ ഇലകളൊക്കെ ആരെ വിളിക്കുന്നത്, മേഘരാജാവിനെ. മഴയില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവാകുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഒരുപാട് മഴ കിട്ടാതിരുന്നാൽ വളരെ പ്രയാസപ്പെടും അല്ലെ? നമ്മൾ അതിന്റെ മുൻപത്തെ 2 മാസമൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, വെള്ളമില്ലാതൊക്കെ അനുഭവിച്ചതാണ്. നമുക്ക് നോക്കാം. പ്രകൃതി ബാദൽ രാജാസെ പാനി ലാനെ കോ കഹ്തേ ഹേ അല്ലെ? പ്രകൃതി മേഘരാജാവിനോട് മഴ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നു അല്ലെ? കവിതയിൽ പറയുന്നുണ്ട്, ജൽദി സെ പാനി ബർസാജ, ബാദൽ രാജ ജൽദി സെ പാനി ബർസാജ, വേഗത്തിൽ എന്ത് ചെയ്യണം, മഴ പെയ്യിക്കണം, മഴയെ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇനി പറയുന്നുണ്ട്, സബി പത്തെ ഓർ ഫൂൽ ബി ബാരിഷ് കോ ലാനെ കെ ലിയെ ബാദൽ രാജാ സെ കഹ്തേ ഹേ അല്ലെ? നമ്മളോട് ആദ്യം വൺവേർഡിൽ ചോദിച്ച അതേ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. എന്താ? എല്ലാ ഇലകളും പൂക്കളും ഒക്കെ മേഘരാജാവിനോട് എന്താണ് ആവശ്യപ്പെടുന്നത്, മഴ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മേഘത്തോട് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ? സബി നന്നെ മുന്നേ മേ ബാരിഷ് കോ ബുലാത്താ ഹേ, എല്ലാ കുഞ്ഞുങ്ങളും മഴയെ എന്ത് ചെയ്യാണ്, വിളിക്കുകയാണ്. അപ്പൊ മഴ പെയ്യിക്കാൻ വേണ്ടി മേഘരാജാവിനോട് പറയുന്ന കവിതയിൽ നിന്നും ചോദിച്ച ചോദ്യത്തിന്റെ ആശയമായിട്ട് നമുക്ക് ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് ഇത്തരത്തിലൊരു കവിത തന്നിട്ട് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കവിത തന്നിട്ട് ഇതേപോലെ ഒരു ചോദ്യം മസ്റ്റ് ആയിട്ടും ഉണ്ടാകും. എന്താണത്? കവിതാംശ് കേ ലിയേ ഉചിത ശീർഷക് ലിഖേ, കവിതക്ക് അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് നമ്മൾ കൊടുക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തും കൊടുക്കാം. അപ്പൊ ഇതിനൊന്നും എന്ത് കൊടുത്തിട്ടില്ല, ഹെഡിങ് ഒന്നുമില്ല, ഒരു കവിത ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്താം? അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ബാദൽ രാജ മേഘരാജാവിനോടാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് അത് തന്നെ ഹെഡിങ് ആയിട്ട് കൊടുക്കാം, ബാദൽ രാജ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതേപോലെ ഒരു കവിത തന്നുകൊണ്ട് നമ്മളോട് അതിൽ നിന്ന് ഹെഡിങ് ചോദിച്ചാൽ അത് ആരോടാണ്, എന്തിനെ കുറിച്ചാണ് എന്നുള്ളതുണ്ടെങ്കിൽ അത് നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ പോരെ? സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മാർക്ക് നേടാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ മാർക്ക് നേടുകയാണെങ്കിൽ, കണ്ടെത്തി ഉത്തരം എഴുതുകയാണെങ്കിൽ 5 മാർക്ക് ഈ ആക്ടിവിറ്റിയുടേത് നിങ്ങൾക്ക് മുഴുവനായിട്ട് ലഭിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ നാളത്തെ പരീക്ഷ നമ്മൾ പൊളിക്കൂലേ? എല്ലാ മക്കളും അടിപൊളിയായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയൊക്കെ എഴുതാ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. सबका बहुत बहुत शुक्रिया. बाय बाय.